ധർമ്മസ്ഥല കേസിൽ കോഴിക്കോട് പുക്കുന്ന് സ്വദേശി മനാഫിനോട് കൈവശമുള്ള തെളിവുകളുമായി ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ജിതേന്ദ്രകുമാർ ദയാമയാണ് മനാഫിന് നോട്ടീസ് നൽകിയത്. അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് മനാഫ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, വളരെയധികം ട്വിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകൾക്കുമെല്ലാം ശേഷമാണ് ധർമ്മസ്ഥല കേസിൽ ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് വരുന്നത്. ധർമ്മസ്ഥല കേസിൽ അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ, ആ തെളിവുകളുമായി ഹാജരാകാൻ കോഴിക്കോട് സ്വദേശിയായ മനാഫിനോട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ നോട്ടീസിന് മനാഫ് മറുപടി നൽകിയിട്ടുണ്ടോ? എന്നാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതിലെ ധർമ്മസ്ഥല കേസിൽ കൈവശമുള്ള രേഖകൾ ഹാജരാക്കാനാണ് ലോറി ഉടമയായിട്ടുള്ള മനാഫിനോട് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സെപ്റ്റംബർ 3-നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെ വലിയ രീതിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വെളിപ്പെടുത്തലുകൾ മനാഫ് ഉൾപ്പെടെ നടത്തിയിരുന്നു. മനാഫിന്റെ കൈവശമുള്ള തെളിവുകൾ, ഡിജിറ്റൽ രേഖകൾ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും കൈമാറണമെന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. നേരത്തെ ഇത്തരത്തിൽ മനാഫിനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ ആ സമയത്ത് തിരക്കുകളുള്ളതിനാൽ ഹാജരാക്കാൻ സാധിക്കില്ല എന്നാണ് മനാഫ് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ജിതേന്ദ്ര ദയാമയാണ് ഇപ്പോൾ മനാഫിനോട് ഇത്തരത്തിൽ SIT സംഘത്തിന്റെ മുമ്പിൽ ഹാജരാക്കി തെളിവുകൾ നൽകാൻ ആവശ്യപ്പെട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനാഫിന്റെ കൈവശമുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൈമാറ്റം ചെയ്യണമെന്നാണ് അവർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നാളെ ഒരുപക്ഷെ മനാഫ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ ഹാജരായി തെളിവുകൾ നൽകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും തന്റെ കൈവശമുള്ള എല്ലാ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നടക്കം കാണാതായ ആളുകളുടെ കുടുംബങ്ങളുടെ മറ്റ് വിവരങ്ങളടക്കം കൈമാറുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സൂചനയാണ് മനാഫിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. എന്തായാലും ഈ കേസിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളുകൂടിയാണ് മനാഫ്. കേരളത്തിൽ ഉടനീളം ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ ചെന്ന വിവരങ്ങൾ അടക്കം ശേഖരിക്കുകയും അത് സ്വന്തം സ്വകാര്യ യൂട്യൂബ് ചാനൽ വഴി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മനാഫിനോട് അടിയന്തരമായി SITയുടെ മുമ്പിൽ ഹാജരായി തെളിവുകൾ കൈമാറാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആദ്യം വാക്കാലുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ ഹാജരാവാൻ സാധിക്കാതെ വരികയായിരുന്നു. പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് ഇപ്പോൾ മനാഫിനോട് ഇത്തരത്തിൽ ഹാജരാകാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ മനാഫ് ഇത്തരത്തിൽ SIT സംഘത്തിന് മുമ്പിൽ ഹാജരാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തന്റെ കൈവശമുള്ള എല്ലാ രേഖകളും, സാക്ഷിമൊഴികളും മറ്റു വിവരങ്ങളെല്ലാം തന്നെ ഈ SIT സംഘത്തിന് മുമ്പ് ഹാജരാകുമെന്നും നൽകാൻ തയ്യാറാണെന്നുമാണ് ഇപ്പോൾ മനാഫിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ നേരിട്ട് ഹാജരാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. അതില്ല. ജോസഫ്, നിലവിൽ ഈ SITയുടെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലുകൾ പിന്നീട് നേരെ അതിന്റെ വിപരീത രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വ്യാജമാണ്, ശുചീകരണ തൊഴിലാളിയുടെ മൊഴികൾ വ്യാജമാണ് എന്ന രീതിയിലടക്കം അന്വേഷണം പോകുന്നുണ്ടായിരുന്നു. നിലവിൽ ഈ അന്വേഷണത്തിന്റെ അവസ്ഥ എന്താണ്? അതിലെ ഈ അന്വേഷണം 3 തലങ്ങളിലായി മുന്നേറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു വശത്ത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ കാതലായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വിഭാഗം അന്വേഷിക്കുന്നു. മറ്റൊരു സൈഡിൽ അതായത് ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. മൂന്നാമതൊരു തലമുണ്ട്. ആ തലത്തിൽ ഇതിനോടകം ലഭിച്ചിട്ടുള്ള പരാതികൾ, ആ പരാതികളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 20 അംഗ സംഘമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ
ഭാഗമായുള്ളത്. ഇവർ 3 പേരും വ്യത്യസ്തമായ കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശുചീകരണ തൊഴിലാളി പറഞ്ഞ ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്, മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട്, ഹാജരാക്കിയ തെളിവുകളിൽ അശാസ്ത്രീയതയുണ്ട്, തെളിവുകളിൽ പലതും വ്യാജമാണ് എന്നുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ശുചീകരണ തൊഴിലാളിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയം തന്നെ ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുള്ള വെളിപ്പെടുത്തൽ ഉണ്ട്. മാത്രമല്ല നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ, ചില കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റൊരു അന്വേഷണ സംഘം ഈ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥരും കൂടുതൽ പരിശോധന നടത്തുന്നു. മാത്രമല്ല SIT സംഘത്തിന് ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണമാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സത്യം എന്തായാലും പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ ഇരകളുടെ കുടുംബം അടക്കം പങ്കുവയ്ക്കുന്നത്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ സൗജന്യ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഈ SIT പ്രത്യേക അന്വേഷണ സംഘം ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ ആളുകളെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 12 വർഷങ്ങൾ, ഈ 2012 കേസിൽ ഈ സാക്ഷികളെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്നാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടത്. അങ്ങനെ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ, രണ്ടാമതായി ഇത്തരത്തിൽ ധർമ്മസ്ഥലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം, അതുപോലെ തന്നെ ലഭിച്ച പരാതികൾ. ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ്, 3 തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മനാഫിനെ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. കൈവശമുള്ള എല്ലാ രേഖകളും അതുപോലെ തന്നെ തെളിവുകളും സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൈമാറണമെന്നാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഈ മനാഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതില്ല. ശരി ജോസഫ്, എന്തായാലും ധർമ്മസ്ഥല കേസിൽ ഇപ്പോൾ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മനാഫിനോട് കയ്യിലുള്ള അന്വേഷണത്തിന് സഹായിക്കാൻ ഉതകുന്ന രേഖകളും അതുപോലെ തന്നെ ഉണ്ടെന്ന് പറയപ്പെടുന്ന തെളിവുകളും ഹാജരാക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നോട്ടീസും നൽകിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.